പുത്തൻചിറയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയിലുള്ള സ്ഥലത്തെ വീട്ടുകാരെ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിച്ചു. വർഷങ്ങളായി പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായിട്ടും സുരക്ഷിതമായ വാസസ്ഥലം അധികൃതർ ഒരുക്കിയില്ലെന്ന് ആക്ഷേപം. കൊടുങ്ങല്ലൂരിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തിലെ സ്ത്രീയെയും കുട്ടികളെയും ഹോട്ടൽ ജീവനക്കാരൻ അപമാനിച്ചതിനെ തുടർന്ന് സംഘർഷം. ഞായറാഴ്ച രാത്രി വടക്കേനടയിലെ ഹോട്ടലിലായിരുന്നു സംഭവം. ആളൂരിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ആളൂർ കാൽവരിക്കുന്നിലെ തോട്ടിലാണ് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പുത്തൻചിറയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയിലുള്ള സ്ഥലത്തെ വീട്ടുകാരെ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിച്ചു. വെള്ളൂരിലെ 7ഓളം കുടുംബങ്ങളെയാണ് വെള്ളൂർ സർക്കാർ LP സ്കൂളിൽ പാർപ്പിച്ചിരിക്കുന്നത്. വർഷങ്ങളായി പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായിട്ടും സുരക്ഷിതമായ വാസസ്ഥലം അധികൃതർ ഒരുക്കിയില്ലെന്ന് ആക്ഷേപമുണ്ട്. പുത്തൻചിറയിൽ വർഷങ്ങൾക്ക് മുൻപ് പ്രോജക്ട് കുന്നിന്റെ മണ്ണെടുത്തു പോയ സ്ഥലത്ത് ഏകദേശം 40ഓളം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. എന്നാൽ വർഷങ്ങൾ കഴിയുന്തോറും ഇവിടം അപകട മേഖലയായി മാറുകയാണ്. കാലവർഷം കനത്തതോടെ പ്രദേശം മണ്ണിടിച്ചിൽ ഭീഷണിയിലായി. 2 വർഷം മുൻപ് മണ്ണിടിച്ചതിനെ തുടർന്ന് ജിയോളജി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുകയും അപകട ഭീഷണിയുള്ളതിനാൽ കുടുംബങ്ങളെ മാറ്റി താമസിപ്പിക്കണമെന്നറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനായി ഓരോ കുടുംബങ്ങൾക്കും 10 ലക്ഷം രൂപ വീതം പാസാക്കുകയും ചെയ്തതായി പറയുന്നു. ഒരു കുടുംബം മാത്രമാണ് ഇവിടെ നിന്ന് മാറി താമസിച്ചിട്ടുള്ളത്. സ്ഥലം കണ്ടെത്തി മാറി താമസിക്കുവാൻ തയ്യാറായി മറ്റുള്ള വീട്ടുകാർ വില്ലേജ് അധികൃതരെ സമീപിച്ചപ്പോൾ ഫണ്ടില്ലെന്ന് അറിയിച്ചതായാണ് വീട്ടുകാർ പറയുന്നത്. നിങ്ങൾ സ്ഥലം വാങ്ങണം ഞങ്ങളോട് പറഞ്ഞു സാറന്മാര്. ഞങ്ങൾ എന്തെങ്കിലും സ്ഥലം ഞങ്ങൾക്ക് അവർ മാറി തന്ന് ഞങ്ങൾക്ക് തീര് തന്നതിന് ശേഷം ഞങ്ങൾക്ക് മാറാൻ ഫണ്ട് വന്നിട്ടില്ല എന്നും പറഞ്ഞ് 8 മാസമായി തീര് കഴിഞ്ഞിട്ട് അവർ 4 മാസം തിരിച്ചു എഴുതിയിട്ടുണ്ട്. അവർക്ക് തിരിച്ചു കൊടുക്കണം എന്നും പറഞ്ഞ്. അപ്പോൾ ഫണ്ട് വന്നിട്ടില്ല. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ ഒരു കുഞ്ഞു കൊച്ചുണ്ട്, അവൻ്റെ ഭാര്യയുണ്ട്. ഞാനെ തൊഴിലുറപ്പിന് ഞങ്ങൾ പോണതാണ്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, വേറെ ഒരു മാർഗമില്ലാത്തവരാണ് ഞങ്ങൾ അവിടെ നിന്ന് കിടക്കുന്നത്. ഇപ്പം ഞങ്ങളുടെ ഫ്രണ്ടാണ് ഇപ്പം ആ തള്ളി പോയി കിടന്നത്. ഞങ്ങൾ ഫണ്ട് വന്നിട്ടുമില്ല. ഞങ്ങളെ ബന്ധുക്കൾ വീട്ടിൽ ഞങ്ങൾ എത്ര സമയം നിൽക്കും? നമ്മുടെ വീട്ടിൽ നമ്മൾക്ക് സ്വന്തമായിട്ട് ഇതടക്കണ കാര്യം നമ്മുടെ ബന്ധുക്കൾ വീട്ടിൽ പോയി നമുക്ക് പോയി കിടക്കാൻ പറ്റുമോ? അപ്പം അതിൻ്റെ തീരുമാനങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങൾ എന്തായാലും ഇതാക്കണം. കഴിഞ്ഞ ദിവസം മരക്കാടൻ കലേഷിന്റെ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞ് വീണത് നാളുകളിൽ മറ്റു വീടുകളിലും സംഭവിക്കാമെന്ന ആശങ്ക നിലനിൽക്കെയാണ് അധികൃതരുടെ അനാസ്ഥ പുറത്തു വരുന്നത്. സംഭവം അറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. ഇങ്ങനെ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് ഈ പ്രദേശത്തെ കുടുംബങ്ങളെക്കുറിച്ച് അധികാരികൾക്ക് ചിന്തയുള്ളൂ എന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. 3-4 വർഷമായി ഞങ്ങൾക്ക് ഈ മണ്ണിടിച്ചിലിൻ്റെ പ്രശ്നം പറഞ്ഞിട്ട് ഫണ്ട് പാസ്സായി എന്ന് പറഞ്ഞ് ഞങ്ങളോട് ഇറങ്ങാൻ പറഞ്ഞിട്ട് കളക്ടറും കുറേ ആൾക്കാരൊക്കെ വന്ന് എപ്പോഴും വന്ന് പറയും. പക്ഷേ എല്ലായ്പ്പോഴും മഴ പെയ്യുമ്പോഴും മഴ ഇല്ലാത്തപ്പോഴും വന്ന് പറയും. പക്ഷേ ഞങ്ങൾ ഒരു സ്ഥലം നോക്കാൻ പറഞ്ഞ് സ്ഥലം നോക്കിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇന്ന് വില്ലേജിൽ ചെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഫണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞ് വേഗം സ്പീഡായിക്കോട്ടെ എന്ന് പറഞ്ഞ് സ്ഥലമൊക്കെ നോക്കി ചെന്ന് പറഞ്ഞ് ഫണ്ടില്ല, ഫണ്ട് വരുമ്പോൾ പറയാം, സ്പീഡ് ഇല്ല, പലിശക്കൊന്നും നിങ്ങൾ പൈസ എടുത്ത് തീർ നടത്താൻ നിൽക്കണ്ട, അതിൻ്റെ പേരിൽ ഇത്തിരി സ്പീഡ് കുറഞ്ഞോട്ടേട്ടാന്ന് പറഞ്ഞു. ഈ നേരം വരെയായിട്ട് ഈ 3-5 വർഷമായിട്ട് ഈ മണ്ണിടിച്ചിലിൻ്റെ ജിയോളജിക്കാർ വന്ന് നോക്കി മണ്ണിടിയെന്നുള്ള പ്രശ്നമൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളോട് അവിടെ നിന്ന് മാറാൻ പറഞ്ഞത്. ഇത് ഞങ്ങൾ സ്ഥലം നോക്കി വന്നിട്ട് ഇപ്പോൾ അതായത് സുഹൃത്തൊക്കെ സ്ഥലം തീർ കഴിഞ്ഞിട്ട് അവർക്ക് പൈസ ഫണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതേപോലെ ഞങ്ങൾക്ക് സ്ഥലം തരാമെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഞങ്ങൾ ഇങ്ങനെ പൈസ കിട്ടണ്ടാകുമ്പോൾ അവർ ഞങ്ങൾക്ക് സ്ഥലം തരുമോ? ഇല്ല, അവരും പറയണത് ഇതുപോലെ തന്നെയാണ്. പിന്നെ ഈ പിണ്ടാണിയിലുള്ള കാര്യങ്ങൾ ഇതേപോലെ അപ്പോൾ എല്ലാവരും കൂടെ ഒരു ഇത് ഒപ്പിട്ടിട്ട് നമുക്ക് ഇവിടെ കയക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും അപ്പോഴാണ് ഇപ്പോൾ ഈ എൻ്റെ കലേഷിൻ്റെ വീടിൻ്റെ മുകളിലേക്ക് ഈ മണ്ണിടിഞ്ഞിപ്പോൾ വീണത്. മണ്ണിടിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ആൾക്കാരൊക്കെ വന്നത്. അതിക്ക് മുന്നേ ഇത്രയും മഴ പെയ്തിട്ട് ഒരാളും വന്നിട്ടുണ്ടായില്ല. ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം വന്നില്ല, ഈ വർഷം വന്നില്ല. ഇത്രയും മഴ ഇതായി എന്തോ ഒരു സ്ഥലത്ത് മരങ്ങളൊക്കെ വീണ് അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ തന്നെ മരങ്ങളൊക്കെ വീണ്. ഇപ്പം ഈ അപകടം കലേഷിൻ്റെ വീട്ടിലേക്ക് മണ്ണ് ഇങ്ങനെ വീണതിന് പിന്നെയാണ് ഇപ്പോൾ ആൾക്കാർ വന്നു തുടങ്ങി ക്യാമ്പ് തന്നത്. അതിക്ക് മുന്നേ ഈ മഴ ഇത്ര അടച്ചു പിടിച്ച് 7 ദിവസം മഴ പറഞ്ഞ്, 9 ദിവസം മഴ പറഞ്ഞ്, 5 ദിവസം മഴ പറഞ്ഞ്, അതൊക്കെ പിള്ളേരായിട്ടൊക്കെ ഞങ്ങൾ കിടക്കണമല്ലോ. അവിടെ ഒരാളും വന്നില്ല. ഇപ്പം ഈ മണ്ണിടിഞ്ഞപ്പോഴാണ് ആൾക്കാർ വന്നത്. അതേസമയം നിലവിൽ ഫണ്ടില്ലാത്തതാണ് കുടുംബങ്ങളെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റാൻ കഴിയാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ് ആവർത്തിച്ചു. വിഷയം MLA, മന്ത്രി എന്നിവരെ അറിയിച്ച് 2 ദിവസത്തിനുള്ളിൽ ഫണ്ട് കൈമാറ്റം നടത്താനുള്ള നടപടിയെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
ഫണ്ട് അനുവദിപ്പിക്കലാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഫണ്ടില്ലായ്മയാണ് പ്രശ്നം. റവന്യൂ മന്ത്രി തിരുവനന്തപുരത്താണുള്ളത്. വേണുചേട്ടനൊക്കെ അദ്ദേഹത്തോട് MLA ഒക്കെ ഇന്നലെ തന്നെ ഇക്കാര്യം വിളിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ റവന്യൂ മന്ത്രിയെ വിളിച്ചിരുന്നു. റവന്യൂ മന്ത്രി മീറ്റിങ്ങിലാണ്. കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു വിളിക്കാം. നമുക്ക് 1-2 ദിവസത്തിൻ്റെ അകത്ത് ഈ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. സ്ഥലം കണ്ടെത്താൻ നമ്മളെല്ലാം ഇവരെ മാത്രം ഏൽപ്പിക്കാതെ നമ്മൾ മുൻകൈയെടുത്ത്, പഞ്ചായത്ത് തന്നെ മുൻകൈയെടുത്ത്, ഞങ്ങളെല്ലാം മുൻകൈയെടുത്ത് ഒരു പൊതുസ്ഥലം കണ്ടെത്തുക, അവരെ അവിടെ താമസിപ്പിക്കുക. ഇതാണ് ശാശ്വതമായ പരിഹാരം. കുടുംബങ്ങൾക്ക് സ്ഥലം കണ്ടെത്താൻ പഞ്ചായത്ത് മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ ടൈം മാള. കൊടുങ്ങല്ലൂരിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തിലെ സ്ത്രീയെയും കുട്ടികളെയും ഹോട്ടൽ ഇതര സംസ്ഥാന ജീവനക്കാരൻ അപമാനിച്ചു. തുടർന്നുണ്ടായ സംഘർഷത്തിൽ ജീവനക്കാരന് പരിക്കേറ്റു. ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചിറങ്ങുകയായിരുന്ന കുടുംബത്തിലെ 2 കുട്ടികളെയും അമ്മയെയും ഹോട്ടലിലെ ഇതര സംസ്ഥാന ജീവനക്കാരൻ ഉപദ്രവിക്കുകയായിരുന്നു. കുട്ടികൾ കരഞ്ഞതിനെ തുടർന്ന് കൂടെയുണ്ടായിരുന്നവരും നാട്ടുകാരും ചേർന്ന് ഇയാളെ പിടികൂടി. തുടർന്ന് നടന്ന സംഘർഷത്തിൽ പരിക്കേറ്റ ഡിണ്ടിഗൽ സ്വദേശി 50 വയസ്സുള്ള ആണ്ടവൻ എന്ന മുരുകൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് മുരുകനും കുട്ടികളുടെ രക്ഷിതാവിനുമെതിരെ പോലീസ് കേസെടുത്തു. മീഡിയ ടൈം കൊടുങ്ങല്ലൂർ. ജൂൺ 10 മുതൽ 16 വരെ ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന അണ്ടർ-19 ഖാവ വോളി ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ ഇന്ത്യൻ ടീമിൽ പറവൂർ സ്വദേശിയും സംസ്ഥാനത്തിനും പറവൂരിനും അഭിമാനമായി മാറിയിരിക്കുകയാണ് ആദി. ടീമിലെ കേരളത്തിൽ നിന്നുള്ള ഏക താരമാണ് പറവൂർ വാവക്കാട് നെടിയ റെജിമോൻ പാർവതി ദമ്പതികളുടെ മകൻ ആദികൃഷ്ണ. ചെറുപ്പം മുതൽ കൊട്ടുപള്ളിക്കാട് HMY HSS സ്കൂളിൽ പരിശീലകൻ MC നിധിനൊപ്പം പരിശീലനം ആരംഭിച്ച ആദി തുടർന്ന് 3 വർഷക്കാലം മുത്തൂറ്റ് വോളി അക്കാദമിയിൽ സജീവ് P. വാസുവിൻ്റെ പരിശീലനത്തിലായിരുന്നു. പിന്നീട് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ സെലക്ഷനിലൂടെ കോട്ടയം ഗിരിദീപം ബദനി ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 വിദ്യാർത്ഥിയായി ചേർന്നു. വളരെ ചെറുപ്പം തൊട്ടേ വോളിബോൾ സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ കൊല്ലത്തെ അണ്ടർ-19 ഇന്ത്യൻ ടീമിലേക്ക് സ്ഥാനം ലഭിച്ചു. നല്ല രീതിയിൽ തന്നെ കളിക്കാനും പറ്റി. ഇനിയും ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കണമെന്നാണ് ആഗ്രഹം. കളി തുടങ്ങിയത് കൊട്ടുപള്ളിക്കാട് സ്കൂളിലാണ്. ആദ്യത്തെ എൻ്റെ കോച്ച് എന്ന് പറഞ്ഞാൽ നിതിൻ MC ആയിരുന്നു. ഇപ്പോൾ 1 വർഷത്തോളമായി ലാലു സാറിൻ്റെ കീഴിൽ കോട്ടയം ഗിരിദീപം സ്കൂളിൽ പ്രാക്ടീസ് ചെയ്യുന്നു. അടുത്ത കൊല്ലത്തെയും ഇനി വരുന്ന കൊല്ലങ്ങളിലും എനിക്ക് ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കണമെന്നാണ് ആഗ്രഹം. ഇപ്പോൾ സ്പോർട്സ് കൗൺസിൽ പരിശീലകനായ ലാലു ജോണിൻ്റെ കീഴിൽ പരിശീലനം നടത്തി വരികയാണ്. ആദികൃഷ്ണയുടെ സഹോദരൻ അങ്കിത് കൃഷ്ണയും വോളിബോൾ താരമാണ്. ഞാൻ മുമ്പ് പന്ത് കളിച്ചിരുന്ന ആളാണ്. പിന്നെ എനിക്ക് ആ കളിയിൽ നിന്ന് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അതിന് പറ്റാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ട് മകനിലൂടെ അത് നേടാൻ പറ്റിയപ്പോൾ അവനതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു. കോർട്ടുകളിലാണ് പരിശീലിക്കുന്നത്. ഇപ്പോൾ ജയദേവൻ ചേട്ടൻ്റെ കൂടെയും അവിടെ ആവ്യത്ത് കോർട്ടിലാണ് പരിശീലനത്തിനൊക്കെ പോണത്. തുടർന്നും ഇന്ത്യൻ ടീമിൽ കളിക്കണമെന്നാണ് ആദികൃഷ്ണയുടെ ആഗ്രഹം. മീഡിയ ടൈം പറവൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. ആളൂരിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ആളൂർ കാൽവരിക്കുന്നിലെ സ്വകാര്യ പറമ്പിനു സമീപം ചേർന്നുള്ള തോട്ടിലാണ് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള തോടായതിനാൽ ട്രെയിനിൽ യാത്രക്കിടയിൽ നിന്നും വീണ് മരണമടഞ്ഞതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. ആളൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. പുത്തൻചിറ വെള്ളൂരിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലിൽ തകർന്ന കലേഷിന്റെ കുടുംബത്തെയും തെക്കുമുറി സ്കൂൾ ക്യാമ്പും BJP ഭാരവാഹികൾ സന്ദർശിച്ചു. BJP കൊടുങ്ങല്ലൂർ പുത്തൻചിറ മണ്ഡലം ഭാരവാഹികളായ ER ജിതേഷ്, മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവ് സജീവൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി ജെമി, വൈസ് പ്രസിഡന്റ് രശ്മി, സെക്രട്ടറി സജീവൻ, പുത്തൻചിറ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജനീഷ് കുറ്റിപ്പറമ്പത്ത്, വികസിത കേരളം കൺവീനർ സന്തോഷ് ആലംചേരി, പ്രിയസത കേരള അംഗങ്ങളായ മുരളി മടത്തിപ്പറമ്പിൽ, സുരേഷ് കളപ്പുരക്കൽ എന്നിവരാണ് സന്ദർശനം നടത്തിയത്. ഒരു രാത്രി സമയത്തോ അല്ലെങ്കിൽ ഒരു വെളുപ്പാൻകാല സമയത്തോ ആണെന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ താമസിക്കുന്ന ആളുകൾക്ക് ജീവഹാനി വരെ സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലനിന്നിരുന്നത്. ആ ഒരു അവസ്ഥയിൽ ഇവിടുത്തെ MLA യുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന തികച്ചും അനാസ്ഥപരമായിട്ടുള്ള ഈ പ്രവണത
ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ഈ 40ഓളം ആളുകൾക്ക് സർക്കാർ തലത്തിൽ വേണ്ട തരത്തിലുള്ള ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ മാറ്റി താമസിപ്പിക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടിയുള്ള ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് ഇവിടുത്തെ മുഴുവൻ ആളുകളെയും ഈ ദുരിതത്തിൽ നിന്ന് മാറ്റി താമസിപ്പിക്കാനുള്ള ഒരു സംവിധാനം സംസ്ഥാന സർക്കാരും ഇവിടുത്തെ സ്ഥലം MLAയും ഇടപെട്ടുകൊണ്ട് ചെയ്യണം. അന്നമനട ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര വിധവാ ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതിയിലൂടെ ഇത്തരം ആളുകൾക്കുണ്ടാകുന്ന സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച്, സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ച്, അതോടൊപ്പം തന്നെ അവരെ അഭിമുഖീകരിക്കുന്ന വ്യത്യസ്തമായ വിഷയങ്ങൾ, ആ പ്രശ്നങ്ങളെ പരിഹരിക്കാമെന്നുള്ളതിൻ്റെ അത് നിയമപരമായും സാമൂഹികപരമായും അതോടൊപ്പം തന്നെ സാമൂഹിക പങ്കാളിത്തത്തോടുകൂടി അവർക്ക് സുരക്ഷയും പിന്തുണയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം ഗ്രാമപഞ്ചായത്ത് ആലോചിച്ചത്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ച് ഒരു 4 വർഷം പൂർത്തീകരിക്കുമ്പോൾ 4 വർഷം കഴിഞ്ഞ് 5-ാം വർഷത്തിലേക്ക് കിടക്കുമ്പോൾ വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മഞ്ജു സതീശൻ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് VD ഉണ്ണികൃഷ്ണൻ വിഷയാവതരണം നടത്തി. വെള്ളാങ്കല്ലൂർ വടക്കുംകര മഹലിൽ നിന്നും സമസ്ത പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും SSLC +2 പരീക്ഷകളിൽ ഫുൾ A+ കരസ്ഥമാക്കിയവരെയും അനുമോദിച്ചു. മഹൽ ഖത്തീബ് അബ്ദുൾ റഹ്മാൻ ഭാഗവി ഉദ്ഘാടനം ചെയ്തു. മഹൽ പ്രസിഡന്റ് CK അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു. റാഫിദ്, മഹൽ സെക്രട്ടറി മുഹമ്മദ് അലി K, ചെയർമാൻ ഹുസൈൻ ഹാജി എന്നിവർ സംസാരിച്ചു. മാള തൻകുളം വാണിയപ്പിള്ളി കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആദരവ് പരിപാടി സംഘടിപ്പിച്ചു. കേരള സംഗീത നാടക അക്കാദമിയുടെ ഏറ്റവും മികച്ച പശ്ചാത്തല സംഗീത സംവിധായകനുള്ള അവാർഡ് നേടിയ അനിൽ മാളയെ പുരസ്കാരം നൽകി ആദരിച്ചു. സത്യൻ VS അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മൃദംഗ കലാകാരനും കവിയുമായ സുജൻ പൂപ്പത്തി, തൃശൂർ സിറ്റി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അനിയൻ ആനമ്പലത്ത, SI സുഭാഷ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ഷാജിമോൻ, സതീഷ്, ബൈജു എന്നിവർ സംസാരിച്ചു. പുരസ്കാര ജേതാവും വാണിയപ്പിള്ളി കുടുംബാംഗവുമായ അനിൽ മാള മറുപടി പ്രസംഗം നടത്തി. മലയാള നാടകരംഗത്ത് വന്നതിന് ശേഷമാണ് ഞാനൊരു ഗായകനായിട്ട് വന്നെങ്കിൽ തന്നെ ഇപ്പോൾ നാടകം അറിയുന്നത് മലയാള നാടക സംഗീത സംവിധാന രംഗത്ത് ഒരാളായിട്ടാണ്. അത് എത്താൻ കഴിയുന്നതും രാകേഷ് ഗൗഡ്, ഹേമന്ത് കുമാർ എന്ന് പറഞ്ഞ 2 വ്യക്തികളുടെ 2 വ്യക്തികൾ എന്നെ ചേർത്ത് നിർത്തിയതെന്ന് മാത്രമാണ്. അതിന്നാണ് ഈ വർഷവും രാജേഷനാണ് സ്റ്റേറ്റ് അവാർഡ് നൽകുന്നത്. നമുക്ക് ഇവിടെ നാടകങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ രാജേഷ് ഗൗഡ് നോണ എന്ന സിനിമ അദ്ദേഹം സംവിധാനം ചെയ്ത വ്യക്തിയാണ്. പറവൂർ കൈതാരം ചിങ്ങച്ചേരി പൊക്കാളിപ്പാടത്ത് വിത്ത് വിതച്ചു. കോട്ടുവള്ളി S വാസു സ്മാരക തൊഴിൽ സേനയുടെ നേതൃത്വത്തിൽ കൈതാരം ചിങ്ങച്ചേരി പാടത്ത് നടന്ന വിത്ത് വിതയ്ക്കൽ ചടങ്ങ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി TC ഷിബു ഉദ്ഘാടനം ചെയ്തു. KSKTU ജില്ലാ വൈസ് പ്രസിഡന്റ് PS ഷൈല, കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS ഷാജി, AK രഘു, NS മനോജ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജെൻസി തോമസ്, KK ശാന്ത, EC ചന്ദ്രൻ, TA രവി, PK ശാന്ത എന്നിവർ സംസാരിച്ചു. തിരുരക്ത അഭിഷേകം ലഭിച്ച വടക്കൻ പറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിൽ തിരുഹൃദയ തിരുനാൾ ജൂൺ 27, 28, 29 തീയതികളിൽ നടക്കുമെന്ന് പള്ളി വികാരി ഫാദർ പ്രിൻസ് പടമാട്ടുമൽ, ജനറൽ കൺവീനർ നെൽസൺ തട്ടാരശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 27 രാവിലെ 10:15 നടക്കുന്ന കൊടിയേറ്റ ചടങ്ങിന് റവറന്റ് ഫാദർ ഡോക്ടർ ആന്റണി വാലുങ്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ജൂൺ 29 ഊട്ടുതിരുനാൾ. ഊട്ടുതിരുനാളിന് കോട്ടപ്പുറം രൂപത മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. NM മാർട്ടിൻ, അഡ്വക്കേറ്റ് റാഫേൽ ആന്റണി, ബേസിൽ പുതുശ്ശേരി, ജിൻസി ജെയിംസ്, ജോബി കുര്യാപ്പള്ളി, ജോർജ് പൊയ്യത്തുരുത്തിൽ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ലോക സിക്കിൾ സെൽ അനീമിയ ദിനാചരണത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും റേയും വെറ്റിലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ വാഴച്ചാൽ ഉന്നതിയിൽ ആരോഗ്യ ബോധവൽക്കരണവും റാലിയും സംഘടിപ്പിച്ചു. അതിരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷ് ഉദ്ഘാടനം ചെയ്തു. വാഴച്ചാൽ ഉന്നതി മുപ്പത്തി ഗീത അധ്യക്ഷയായി. ജില്ലാ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ NA ഷീജ ക്ലാസ് എടുത്തു. ജില്ലാ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ ഹെറാൾഡ് ജോൺ, ഡോക്ടർ ലിനി മാത്യു, NS ഷീജ, സോണിയ, അഖിൽരാജ് എന്നിവർ സംസാരിച്ചു.
കർഷക സംഘം മേത്തല വില്ലേജ് സമ്മേളനം നടന്നു. കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം പ്രസിഡന്റ് ടി.പി. ജോഷി അധ്യക്ഷത വഹിച്ചു. ടി.കെ. രമേശ് ബാബു, ബിന്ദു മോഹൻലാൽ, കെ.എസ്. കൈസാബ്, വി.കെ. ബാലചന്ദ്രൻ, രാധിക അനിൽകുമാർ, അലിമ റഷീദ്, ലോക്കൽ സെക്രട്ടറി കെ.കെ. വിജയൻ, എം.കെ. സഗീർ, അഡ്വക്കേറ്റ് മൻസൂർ അലി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച കർഷകരെ ആദരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ചാലക്കുടി നഗരസഭ കുടുംബശ്രീ CDS മട്ടുപ്പാവ് കൃഷിയുടെ ഭാഗമായി വിതരണം ചെയ്ത ഗ്രോ ബാഗുകളും പച്ചക്കറി തൈകളും ഉപയോഗിച്ച് വിയാർപുരം 33-ാം വാർഡ് ADS കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂട്ടായി ഒരുക്കാം പച്ചക്കറിത്തോട്ടം എന്ന പദ്ധതിക്ക് തുടക്കമായി. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. CDS വൈസ് ചെയർപേഴ്സൺ ജോമോൾ ബാബു അധ്യക്ഷയായി. വിയാർപുരം കസ്തൂർബ കേന്ദ്രത്തിലാണ് ADS കമ്മിറ്റി ഭാരവാഹികൾ, അയൽക്കൂട്ടംഗങ്ങൾ എന്നിവർ ചേർന്ന് തോട്ടമൊരുക്കിയത്. CDS ഭരണസമിതി അംഗം സിന്ധു ജയരാജ്, ഉപജീവന സമിതി കൺവീനർ സനു ജോജി, ADS ചെയർപേഴ്സൺ ഇന്ദിരാ ബാബു, സെക്രട്ടറി സുകന്യ സനേഷ്, കമ്മ്യൂണിറ്റി ഓർഗനൈസർ നീതു അഭിലാഷ്, കുടുംബശ്രീ മെന്റർ റസിയ മമ്പാട്ട് എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി KM മാണി സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കനകമല സാൻജോ സദൻ ആകാശപ്പറവയിലെ അന്തേവാസികൾക്ക് കാരുണ്യ സ്പർശം പദ്ധതിയുടെ ഭാഗമായി പുതപ്പുകൾ വിതരണം ചെയ്തു. കേരള കോൺഗ്രസ് M സംസ്ഥാന കമ്മിറ്റി അംഗം KO വർഗീസ് ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് അധ്യക്ഷനായി. മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി, K സുന്ദരൻ, PT ജെയ്സൺ, KM സുരേന്ദ്രൻ, സാൻജോ സദൻ ഡയറക്ടർ സിസ്റ്റർ അംബ്രോസി എന്നിവർ സംസാരിച്ചു. ചാലക്കുടി 2020 പാർട്ടിയുടെ കോടശ്ശേരി അതിരപ്പള്ളി പരിയാരം പഞ്ചായത്തുകളിലെ പ്രവർത്തക കൺവെൻഷൻ നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് അധ്യക്ഷനായി. ബെന്നി ജോസഫ്, ആന്റണി പുളിക്കൻ, ജിത്തു മാധവ്, PD വർഗീസ്, AK സ്റ്റീഫൻ, സത്യൻ തണലി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പുത്തൻചിറയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയിലുള്ള സ്ഥലത്തെ വീട്ടുകാരെ ക്യാമ്പിലേക്ക് മാറ്റി താമസിപ്പിച്ചു. വർഷങ്ങളായി പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടായിട്ടും സുരക്ഷിതമായ വാസസ്ഥലം അധികൃതർ ഒരുക്കിയില്ലെന്ന് ആക്ഷേപം. കൊടുങ്ങല്ലൂരിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയ കുടുംബത്തിലെ സ്ത്രീയെയും കുട്ടികളെയും ഹോട്ടൽ ജീവനക്കാരൻ അപമാനിച്ചതിനെ തുടർന്ന് സംഘർഷം. ഞായറാഴ്ച രാത്രി വടക്കേനടയിലെ ഹോട്ടലിലായിരുന്നു സംഭവം. ആളൂരിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ആളൂർ കാൽവരിക്കുന്നിലെ തോട്ടിലാണ് അഴുകിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.